രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റ് മാസ്റ്റർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. പരിഭാഷ പി ശരത് ചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. പോസ്റ്റ് മാസ്റ്റർ. ദിവസങ്ങൾക്കു ശേഷം പോസ്റ്റ് മാസ്റ്റർ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും അയാൾ ശരിക്കും ക്ഷീണിച്ചിരുന്നു. എല്ലാം മതിയാക്കി നാടുവിടാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവിടുത്തെ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ നിന്ന് ഒരു സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് അയാൾ കൊൽക്കത്ത ഓഫീസിലേക്ക് എഴുതി. പോസ്റ്റ് മാസ്റ്ററുടെ പരിചരണം അവസാനിച്ചപ്പോൾ വാതിലിന് പുറത്തുള്ള അവളുടെ സ്ഥിരം ലാവണത്തിലേക്ക് രത്തൻ മടങ്ങി. പക്ഷേ പഴയതുപോലെ അയാൾ അവളെ വിളിക്കാതായി. ചിലപ്പോൾ അവൾ ഒളിഞ്ഞു നോക്കും. ഒന്നുകിൽ പോസ്റ്റ് മാസ്റ്റർ അയാളുടെ സ്റ്റൂളിൽ അശ്രദ്ധനായി ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അയാൾ കിടക്കയിൽ കിടക്കുകയായിരിക്കും. പഴയ പാഠങ്ങൾ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ട് അവൾ വാതിലിന് പുറത്ത് കാത്തിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് അയാൾ അവളെ വിളിച്ചാൽ കൂട്ടക്ഷരങ്ങളും വ്യഞ്ജനങ്ങളും തമ്മിൽ കൂടിക്കുഴഞ്ഞു പോകുമെന്ന് അവൾക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്കു ശേഷം ഒരു വൈകുന്നേരം ആ വിളി വന്നു. ആകാംക്ഷയോടെ രത്തൻ അയാളുടെ മുറിയിലേക്ക് ഓടിക്കയറി. ദാദാബാബു, എന്നെ വിളിച്ചോ? പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു. രത്തൻ, ഞാൻ നാളെ പോവുകയാണ്. ദാദാബാബു എവിടെയാണ് പോകുന്നത്? വീട്ടിൽ. എന്നാണ് തിരിച്ചു വരുന്നത്? ഞാൻ തിരിച്ചു വരികയില്ല. രത്തൻ പിന്നീടൊന്നും ചോദിച്ചില്ല. ഒരു സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ തന്നെ അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ അയാളുടെ അപേക്ഷ അവർ നിരസിച്ചു. അതുകൊണ്ട് ജോലി രാജിവെച്ച് അയാൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കുറേ സമയം പിന്നീട് അവർ സംസാരിച്ചില്ല. മിന്നിക്കത്തുന്ന വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം മുറിയിലുണ്ടായിരുന്നു. മേഞ്ഞു നിർത്തിയ മേൽക്കൂര ദ്രവിച്ചുണ്ടായ വിടവിലൂടെ ഒലിച്ചിറങ്ങിയ മഴവെള്ളം തറയിലിരുന്ന മൺപാത്രത്തിൽ നിരന്തരം വീണു. രത്തൻ ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് മടങ്ങി. എപ്പോഴും കാണാറുള്ള ഉന്മേഷം അവൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. ആലോചനയിൽ അവളുടെ മനസ്സ് പതറിയിരുന്നു എന്നതിൽ സംശയമില്ല. പോസ്റ്റ് മാസ്റ്റർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ദാദാബാബു, എന്നെ കൂടി വീട്ടിൽ കൊണ്ടുപോകുമോ? ഞാൻ എങ്ങനെ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും? പോസ്റ്റ് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ലെന്ന് ഒരു പെൺകുട്ടിയോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് അയാൾക്ക് തോന്നി. രാത്രി മുഴുവൻ പോസ്റ്റ് മാസ്റ്ററുടെ ചിരി അവളുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും? വെളുപ്പിന് ഉണർന്നപ്പോൾ തന്നെ തനിക്ക് കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പോസ്റ്റ് മാസ്റ്റർ കണ്ടു. കൊൽക്കത്തയിലെ ശീലമനുസരിച്ച് അയാൾ ബക്കറ്റിൽ വെള്ളം നിറച്ചായിരുന്നു കുളിക്കുന്നത്. തലേന്ന് അയാൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കാൻ രത്തന് കഴിഞ്ഞിരുന്നില്ല. അതിരാവിലെ വേണ്ടി വന്നെങ്കിലെന്ന് കരുതി രാത്രി വളരെ ഇരുട്ടിയതിനു ശേഷം രത്തൻ നദിയിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റിൽ നിറച്ചതായിരുന്നു. കുളി കഴിഞ്ഞ് പോസ്റ്റ് മാസ്റ്റർ അവളെ വിളിച്ചു. അവൾ സാവധാനം മുറിക്കുള്ളിൽ കടന്ന് ഒന്നും സംസാരിക്കാതെ മുഖം കുനിച്ചു നിന്നു. ഒരു പ്രാവശ്യം അവൾ തല ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. രത്തൻ, അയാൾ പറഞ്ഞു.
നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് എനിക്ക് പകരം വരുന്ന പോസ്റ്റ് മാസ്റ്ററോട് ഞാൻ പറയാം. ഞാൻ പോകുന്നത് കൊണ്ട് നീ വിഷമിക്കരുത്. അനുകമ്പ കൊണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പെണ്ണിൻ്റെ വിചാരങ്ങളുടെ ആഴം ആർക്കാണ് അളക്കാൻ കഴിയുക? യജമാനൻ്റെ ശകാരങ്ങൾ രത്തൻ പലപ്പോഴും നിശബ്ദയായി കേട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ അനുകമ്പ കലർന്ന ഈ വാക്കുകൾ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അവളുടെ ഉള്ളു പിടഞ്ഞു. അവൾ കരഞ്ഞു. ആരോടും ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പോസ്റ്റ് മാസ്റ്റർ ശരിക്കും അമ്പരന്നുപോയി. രത്തൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്നത് അയാൾ കണ്ടിരുന്നില്ല. പുതിയ പോസ്റ്റ് മാസ്റ്റർ വന്നു. അയാൾ ചുമതലകൾ കൈമാറിയതിനു ശേഷം തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പോകുന്നതിന് മുൻപ് അയാൾ രത്തനെ വിളിച്ചു വരുത്തി പറഞ്ഞു, രത്തൻ, ഞാൻ ഇതുവരെ നിനക്ക് ഒന്നും തന്നിട്ടില്ല. പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസത്തെ ചെലവിനുള്ള പണം ഞാൻ തരാം. യാത്രയ്ക്ക് അത്യാവശ്യമുള്ളത് മാത്രം കയ്യിൽ സൂക്ഷിച്ചിട്ട് കിട്ടിയ ശമ്പളം മുഴുവൻ അയാൾ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. പക്ഷേ രത്തൻ അയാളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തറയിലിരുന്നു. അവൾ പറഞ്ഞു, ദാദാബാബു, എനിക്ക് പണം തരരുത്. ഇത് എൻ്റെ അപേക്ഷയാണ്. ദയവായി എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത്. പിന്നീട് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അയാൾ ഒരു നെടുവീർപ്പിട്ടു. കുട തോളിൽ തൂക്കി ചാക്കുസഞ്ചി കയ്യിലെടുത്തു. പിന്നീട് നീലയും വെള്ളയും വരകളുള്ള അയാളുടെ തകരപ്പെട്ടി ചുമക്കുന്ന ചുമട്ടുകാരനോടൊപ്പം ബോട്ടിനെ ലക്ഷ്യമാക്കി അയാൾ നടന്നു. നിറഞ്ഞു കവിഞ്ഞ നദിയിലൂടെ ബോട്ട് ഓടിത്തുടങ്ങിയപ്പോൾ വിങ്ങിപ്പൊട്ടാൻ കാത്തുനിന്ന ഭൂമിയുടെ കണ്ണീർ പോലെ തിരമാലകൾ പൊന്തി. പോസ്റ്റ് മാസ്റ്റർക്ക് വേദന തോന്നി. ഒരു പാവം ഗ്രാമീണ പെൺകുട്ടിയുടെ കരയുന്ന മുഖത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ദുഃഖം മുഴുവൻ പ്രതിഫലിക്കുന്നതായി അയാൾക്ക് തോന്നി. തിരിച്ചു പോകാൻ പെട്ടെന്ന് അയാൾ ആഗ്രഹിച്ചു. ലോകം ഒറ്റപ്പെടുത്തി കളഞ്ഞ ആ അനാഥ പെണ്ണിനെ സത്യത്തിൽ അയാൾ കൂട്ടിക്കൊണ്ടുവരേണ്ടതല്ലേ? പക്ഷേ അപ്പോഴേക്കും കാറ്റിന് ശക്തി കൂടി. നിറഞ്ഞു കവിഞ്ഞ നദി ഭയാനകമായി ഒഴുകി. ഗ്രാമം അപ്പോഴേക്കും നോക്കത്താ ദൂരത്തായി കഴിഞ്ഞിരുന്നു. ജീവിതത്തിൽ പല വിട പറയലുകൾ മാത്രമല്ല, മരണങ്ങൾ പോലും നേരിടേണ്ടി വരുമെന്ന് തത്വശാസ്ത്രപരമായി അയാൾ ആലോചിച്ചു. തിരിച്ചു പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ലോകത്തിൽ ആരെങ്കിലും ആർക്കെങ്കിലും സ്വന്തമാണോ? പക്ഷേ രത്തന് ആശ്വസിക്കാൻ ഇത്തരം തത്വങ്ങളൊന്നും അവൾക്ക് കൂട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരങ്ങളിൽ അലഞ്ഞു തിരിയുക മാത്രമായിരുന്നു. ദാദാബാബു ഒരുപക്ഷെ തിരിച്ചു വരുമെന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ അവളുടെ ഉള്ളിൽ തങ്ങി നിന്നിട്ടുണ്ടാവണം. ദൂരെ മറ്റെവിടേക്കും പോകാതെ പോസ്റ്റ് ഓഫീസിന് ചുറ്റുമായി അവളെ തളച്ചിടാൻ ആ പ്രതീക്ഷ തന്നെ ധാരാളമായിരുന്നു. ആലോചനയില്ലാത്ത പാവം മനുഷ്യർ. തെറ്റുകൾ ഒരിക്കലും വിട്ടുമാറില്ല. യുക്തിയും വിവേകവും അത്ര പെട്ടെന്ന് മനസ്സിൽ തുളച്ചിറങ്ങില്ല. തെറ്റായ പ്രതീക്ഷകളിൽ രണ്ട് കൈയും പിണച്ച് നമ്മൾ തൂങ്ങിക്കിടക്കും. അവയ്ക്കെതിരായുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ പോലും വിശ്വസിക്കാൻ നമ്മൾ കൂട്ടാക്കില്ല. ആ പ്രതീക്ഷകളെ എല്ലാ ശക്തിയുമെടുത്ത് നമ്മൾ ആലിംഗനം ചെയ്യും. ഞരമ്പുകൾ തകർത്ത് ഹൃദയത്തിൽ നിന്ന് രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ഒടുവിൽ ആ പ്രതീക്ഷകൾ നമ്മിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് എവിടേക്കോ രക്ഷപ്പെടും. വീണ്ടും
ബോധം തിരിച്ചു കിട്ടി വീണ്ടും നമ്മൾ വിഭ്രമത്തിൻ്റെ കെണിയിൽ അകപ്പെടുന്നതുവരെ മാത്രം. വീണ്ടും ബോധം തിരിച്ചു കിട്ടി വീണ്ടും നമ്മൾ വിഭ്രമത്തിൻ്റെ കെണിയിൽ അകപ്പെടുന്നതുവരെ മാത്രം.